blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സഹകാരികൾക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അതിരിങ്കലിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ, രണ്ട് കുടുംബങ്ങളിലെയും പാരൻസിൻ്റെ ഹെൽത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, റായ്പൂരിൽ നിന്നുള്ള സന്തോഷ് എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിവർ സിറോസിസും മഞ്ഞപ്പിത്തവും മറ്റുള്ള എല്ലാ രോഗങ്ങളും പരിപൂർണമായി മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയ്പൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയെ നല്ല ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഗാലാൻഡിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് MSc ഏറ്റവും സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങ് സഹായിക്കണമേ. കൊട്ടാരക്കരയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഹോദരിക്ക് ഒരു ഗവൺമെൻറ് ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് കർത്താവ് ഇന്നത്തെ എല്ലാ സഹകാരികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. Isaiah is saying, യെശയ്യാവ് ഇവിടെ പറയുകയാണ്, the Son of God is anointed to comfort all the mourners. ദൈവപുത്രനെ പിതാവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. In 3 areas, in 3 ways. 3 സ്ഥലങ്ങളിൽ 3 രീതികളിൽ നമുക്കത് കാണുവാൻ കഴിയും. Number 1, by giving them a crown of beauty for ashes. ഒന്നാമതായി അവിടെ കാണുവാൻ കഴിയുന്നത് വെണ്ണീറിന്, ചാരത്തിന് പകരമായി സൗന്ദര്യ കിരീടം കൊടുത്തുകൊണ്ടാണ്. എല്ലാവരും പറഞ്ഞ ചാരത്തിന് പകരം, ചാരത്തിന് പകരം പറ, ചാരത്തിന് പകരം സൗന്ദര്യ കിരീടം. സൗന്ദര്യ കിരീടം. What does ash represent? എന്താണ് ഈ വെണ്ണീർ, ചാരം പ്രതിനിധീകരിക്കുന്നത്? Ash, we get ash when something is consumed or burnt in fire. നമുക്ക് ചാരം ലഭിക്കുന്നത് ഏതെങ്കിലുമൊക്കെ വസ്തു തീയിൽ അത് കത്തിച്ചാമ്പലാകുമ്പോഴാണ് നമുക്ക് ചാരം ലഭിക്കുന്നത്. It is a powdery residue of a substance left over when it is burned in fire. ഒരു പൊടി രൂപത്തിലുള്ള ഒരു വസ്തുവാണ് എന്തെങ്കിലുമൊക്കെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. It is the ruins, it is the remains of something destroyed already. എന്തെങ്കിലുമൊക്കെ നശിച്ചതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ ചാരം എന്ന് പറയുന്നത്. For example, you built up a house. നിങ്ങൾ ഒരു വലിയൊരു വീട് നിർമ്മിച്ചു എന്ന് കരുതുക. Beautiful, spacious, palatial house. നിങ്ങൾ വളരെ മനോഹരമായ ഒത്തിരി സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു വീട് നിങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. You went to work in your workplace. നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ജോലി ചെയ്യുവാനായി പോയി. And you got a news. നിങ്ങളൊരു വാർത്ത അറിഞ്ഞു. Your house is on fire. നിങ്ങളുടെ വീട് തീപിടിക്കപ്പെട്ടിരിക്കുകയാണ്. And you rush to the place. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തി. And when you reach there, നിങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ everything was over. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. Only a heap of ashes. അവിടെ ഒരു ചാരത്തിന്റെ കൂമ്പാരം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. So ashes represent something
that is completely destroyed. The balance that is left over. ചാരം ഇവിടെ കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നശിച്ചതിൻ്റെ, എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞതിൻ്റെ, അവസാനിച്ചതിൻ്റെ അതിൻ്റെ അവശിഷ്ടമായിട്ടാണ് ചാരം ഇവിടെ കാണിക്കുന്നത്. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചിലർ, you think that you have lost everything in your life. നിങ്ങൾ ചിന്തിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ സകലത് നഷ്ടമായിരിക്കുകയാണ്. Your life itself is a handful of ashes today. നിങ്ങളുടെ ജീവിതം ഒരു പിടി ചാരം മാത്രമാണെന്ന് നിങ്ങൾ ഇന്ന് വിശ്വസിക്കുകയാണ്. Hello. You have lost so many things in life. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. In an irrecoverable way, you have lost something in your life. വീണ്ടും അത് പുനഃസ്ഥാപിക്കപ്പെടാൻ ആവാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. Suppose something is burnt and you have a handful of ashes. നിങ്ങൾ ചിന്തിക്കുക, എന്തെങ്കിലും കത്തി നിങ്ങളുടെ കയ്യിൽ കുറച്ച് അതിന്റെ ചാരം അവശേഷിക്കുകയാണെന്നിരിക്കട്ടെ. Who can turn the handful of ashes back into the original form? ആർക്കാണ് ഈ ഒരു പിടി ചാരത്തെ അതിന്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുക? Can a scientist do that? ഒരു സയന്റിസ്റ്റിന് അത് കഴിയുമോ? Can a magician do that? ഒരു മജീഷ്യന് അത് കഴിയുമോ? Even the insurance company, if it is insured, they will give you some money back, but they cannot give you the original substance back. ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പക്ഷേ അതിന്റെ പണം വേണമെങ്കിൽ തരുവാൻ പറ്റും, ഒരിക്കലും നഷ്ടപ്പെട്ട സാധനം അതുപോലെ തിരികെ നൽകുവാൻ കഴിയുകയില്ല. But I am here with the good news. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഒരു സന്തോഷത്തിന്റെ വാർത്തയുമായിട്ട് God നിൽക്കുന്നത്. can turn all the ashes you have in your hands today into the original form. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ ചാരത്തിന് അതിന് പകരമായി അത് നഷ്ടപ്പെട്ട ആ സാധനം അത് തിരികെ നൽകുവാൻ യേശു കർത്താവിന് കഴിയുന്നതാണ്. If you lost all your money, നിങ്ങളുടെ പണം മുഴുവൻ നഷ്ടമായിട്ടിരിക്കട്ടെ, God can resurrect your finances. ദൈവത്തിന് നിങ്ങളുടെ സാമ്പത്തികത്തെ അതിനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നതാണ്. If you lost relationships, നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, God can resurrect relationships. യേശു കർത്താവിന് ബന്ധങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിയുന്നതാണ്. If you lost some people, നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ God നഷ്ടമായിട്ടിരിക്കട്ടെ, can resurrect even men and women. യേശു കർത്താവിന് പുരുഷന്മാരെ സ്ത്രീകളെ ഉയർപ്പിക്കുവാൻ കഴിയുന്നതാണ്. Anything God can restore because He is the creator. യേശു കർത്താവിന് എന്തും വീണ്ടെടുക്കുവാൻ കഴിയും, കാരണം അവൻ സൃഷ്ടാവാണ്. Hallelujah. ഹല്ലേലൂയ. So these ashes also represent our inner brokenness, the feeling or the sense of loss. ഈ ചാരങ്ങൾ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നു, നമ്മുടെ ഉള്ളിലുള്ള അകത്തെ ആന്തരികമായ തകർച്ചയും നമ്മുടെ മനസ്സിലെ വേദനകളെയും അത് കാണിക്കുകയാണ്. If something is broken, എന്തെങ്കിലും തകർന്നു പോയി കഴിഞ്ഞാൽ God can take the broken pieces and make into the whole thing. ദൈവത്തിന് ആ തകർന്നു പോയ കഷ്ണങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിന് വീണ്ടും മനോഹരമായ രീതിയിൽ പഴയ രീതിയിലേക്ക് അത് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ്. So one of the speciality of Jesus ministry, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ മറ്റൊരു പ്രത്യേകത, He can give you a crown of beauty for the handful of ashes. യേശു കർത്താവിന് നിങ്ങളുടെ കയ്യിലുള്ള ആ ചാരത്തിന്റെ കൂമ്പാരത്തിന്, ഒരു പിടി ചാരത്തിന് പകരം സൗന്ദര്യത്തിന്റെ കിരീടം നിങ്ങൾക്ക് നൽകുവാൻ How കഴിയുന്നതാണ്. many of you understand what I'm saying? ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? How many of you understand? കൈകൾ ഉയർത്തി ഒന്ന് വീശി കാണിക്കാമോ? See, Jesus says, I will give you a crown of beauty for your ashes. യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ചാരത്തിന് പകരമായി ഒരു സൗന്ദര്യത്തിന്റെ കിരീടം നൽകാൻ പോവുകയാണ്. How many of you have ever taken ashes in your hands? ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർ കൈകളിൽ ചാരം കയ്യിൽ പിടിച്ചിട്ടുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? You have? നിങ്ങൾ എടുത്ത് പിടിച്ചിട്ടുണ്ടോ? Sometimes it could be from the fireplace or oven, or sometimes it could be from the cremation place after a dead body is cremated. ഒരു പക്ഷേ അടുപ്പിൽ നിന്നോ എവിടെയെങ്കിലും തീ പിടിച്ച സ്ഥലങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ചാരം എടുക്കാൻ കഴിയും. അതുകൂടാതെ ചിതയിൽ നിന്ന് ചിതാഭസ്മമായിട്ട് ചാരം നിങ്ങൾക്ക് കൈകളിൽ എടുക്കുവാൻ കഴിയുന്നതാണ്. And ash has no beauty. ഈ ചാരത്തിന് സൗന്ദര്യമില്ല. In the olden times, when a person is mourning, what they do is they would pour a lot of ash on their own body, their face, their hair and everywhere, and they will sit in dust and they will cry and cry and cry.
പഴയ നിയമകാലങ്ങളിൽ ആളുകൾ ഇങ്ങനെ ദുഃഖത്തിലാകുന്ന സമയത്ത് അവർ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചാരമെടുത്ത് അവരുടെ മേളിലേക്ക് ഇട്ടുകൊണ്ട് ചാക്കൊക്കെ ധരിച്ച് അവർ ഒത്തിരി വിലപിക്കുവാൻ കരയുവാൻ തുടങ്ങും. Maybe a person is very handsome, a woman is very beautiful. ഒരു വ്യക്തി, ഒരു സ്ത്രീ, ഒരു പുരുഷൻ വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നാലും, But if that person is in sorrows, and if that person applies a lot of ashes all over the body, that person becomes very ugly. ഒരു വ്യക്തി അത്രയും സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്തും മുഴുവൻ ഇങ്ങനെ ചാരം പൂശുകയാണെങ്കിൽ ആ വ്യക്തിയെ കാണുന്നത് വളരെ വിരൂപമായിട്ടായിരിക്കും. When the person is happy, he may apply some talcum powder. ആ വ്യക്തി വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് പൗഡറൊക്കെ എടുത്ത് മുഖത്ത് ഇങ്ങനെ പൂശുവാനിടയായി തീരും. It makes them more beautiful. അത് അവരെ ഒത്തിരി കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കി മാറ്റുകയാണ്. But if people are applying ashes, that will be a horrible face to look. എന്നാൽ ഈ ചാരമാണ് ആളുകൾ പൂശുന്നതെങ്കിൽ അവരെ കാണുന്നത് ഭയങ്കര ഭയാനകമായിരിക്കും. It will take away the beauty of a person. അത് ആ വ്യക്തിയുടെ സൗന്ദര്യത്തെ എടുത്തു കളയുന്നതാണ്. But Jesus says, എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, I will give you a crown of beauty for all the ashes. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ചാരത്തിന് പകരം സൗന്ദര്യത്തിന്റെ കിരീടം നൽകാൻ പോവുകയാണ്. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചില you are well dressed. നിങ്ങൾ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്. You have not applied any ashes on your face or on your body. നിങ്ങൾ ചാരമൊന്നും നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ പൂശിയിട്ടൊന്നുമില്ല. But inside, എന്നാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ, in your heart, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത്, in your mind, നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് you have applied ashes. നിങ്ങൾ ഇപ്പോൾ ചാരം പൂശിയിട്ടിരിക്കുകയാണ്. When others are not around you, you cry. മറ്റുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തില്ലാത്ത സമയത്ത് നിങ്ങൾ കരയുന്നവരാണ്. You go to the bedroom, close the door and cry. നിങ്ങൾ ബെഡ്റൂമിലേക്ക് ചെന്ന് കതകുകൾ അടച്ച് അവിടെ നിന്ന് കരയുന്നവരാണ്. Sometimes you go to the bathroom, close the door and cry. നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ബാത്റൂമിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾ പൊട്ടിക്കരയാറുണ്ട്. In your private times, you cry and cry. നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ നിങ്ങൾ ഒത്തിരി കരയാറുണ്ട്. But Jesus says, എന്നാൽ യേശു കർത്താവ് if പറയുകയാണ്, you're that kind of a person, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, Jesus says, യേശു കർത്താവ് പറയുകയാണ്, I am going to take away, I am going to wipe away all the ashes from your life, and I am going to give you a crown of beauty. യേശു കർത്താവ് പറയാണ്, നിന്റെ ജീവിതത്തിലുള്ള സകല ചാരത്തെ ഞാൻ അതിനെ തുടച്ചു കളഞ്ഞിട്ട് നിന്റെ തലയിൽ ഒരു സൗന്ദര്യത്തിന്റെ കിരീടം ഞാൻ വെച്ച് തരാൻ പോവുകയാണ്. Hallelujah. Hallelujah. A crown shows honor. ഒരു കിരീടം കാണിക്കുന്നത് അത് ബഹുമാനത്തെയാണ്. It shows beauty. അത് സൗന്ദര്യത്തെയാണ് It കാണിക്കുന്നത്. shows the splendor and magnanimity. അത് വളരെ ആഢ്യത്തെയും മനോഹാരിതയുമാണ് It കാണിക്കുന്നത്. shows authority. അത് അധികാരത്തെയാണ് കാണിക്കുന്നത്. It shows the recognition and praise of people. അത് മറ്റുള്ള ആളുകളുടെ നമ്മളെ അംഗീകരിക്കുന്നതും അവർ ബഹുമാനിക്കുന്നതുമാണ്. It shows your glorious state. അത് നിങ്ങളുടെ മഹത്വപൂർണമായ അവസ്ഥയെ കാണിക്കുകയാണ്. So if you are sitting down on the earth in the dust full of ashes, the Lord says, I will pick you up from the dust and the ashes, and I am going to make you beautiful. I am going to adorn your life with a lot of beauty and power. നിങ്ങൾ ഒരു പക്ഷെ മണ്ണിലിരുന്ന് നിങ്ങളുടെ ശരീരം മുഴുവൻ ചാരം പൂശി വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം പറയുകയാണ്, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും മനോഹരമായ കിരീടം തന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാനിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളെ എല്ലാം എടുത്തു കളഞ്ഞ് ഏറ്റവും കൂടുതൽ ദൈവം നിങ്ങളെ ബഹുമാനിക്കാൻ പോവുകയാണ്. One more hallelujah to the Lord. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും, No comparison between ashes and a crown. ഒരു കിരീടത്തെയും ചാരത്തെയും തമ്മിൽ നമ്മൾക്ക് അതിനെ താരതമ്യം ചെയ്യുവാനേ കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. Jesus ministers to the people who are hurting, who have pain and agony in their lives. യേശു കർത്താവ് ശുശ്രൂഷിക്കുന്നത് തങ്ങളുടെ ഹൃദയങ്ങളിൽ വേദനകൾ, ദുഃഖങ്ങൾ, ഒത്തിരി നിരാശകളുള്ള വ്യക്തികളോടാണ്. So Jesus is saying, I'm going to encourage you in your life. യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. And Jesus says,
I am prophesying a great future for all of you. ഞാൻ നിങ്ങളുടെ, യേശു കർത്താവ് പറയാൻ, ഞാൻ നിങ്ങളുടെ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു നല്ല ഭാവിയെ പ്രവചിക്കാൻ പോവുകയാണ്. And secondly, prophet Isaiah said, by giving them the oil of gladness instead of mourning. രണ്ടാമതായി യെശയ്യാ പ്രവാചകൻ പറയുന്നത്, വിലാപത്തിന് പകരമായി ആനന്ദ തൈലം യേശു കർത്താവ് തരും. Hallelujah. So Hallelujah. when people cry, when people mourn, they put ashes. ആളുകൾ കരയുമ്പോൾ, വിലപിക്കുമ്പോൾ അവർ സാധാരണയായി ചെയ്യുന്ന ചാരമെടുത്ത് മേളിലേക്ക് അവർ പൂശുവാൻ. But when they are happy, അവർ സന്തോഷിക്കുന്ന സമയത്ത് they will put perfumed oil in their head and in their dress. അവരുടെ മേലിലും അവരുടെ വസ്ത്രത്തിന്റെ മേലും നല്ല മണമുള്ള സൗരഭ്യവാസനയുള്ള തൈലങ്ങൾ അവർ പൂശുവാനിടയെത്തി. Perfumed oil. പെർഫ്യൂമുകൾ അവർ ഒരുക്കുവാൻ ഇടയെത്തിയിരുന്നു. Hallelujah. Hallelujah. We receive joy, the real joy, the heavenly joy, the spiritual joy from the Holy Spirit. നമ്മൾക്ക് ശരിയായ സ്വർഗീയമായ യഥാർത്ഥ സന്തോഷം വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. Hello, hello, hello. ഹലോ. This world can give you short times of happiness and joyfulness. ഈ ലോകത്തിന് നിങ്ങൾക്ക് തരുവാൻ കഴിയുന്നത് ചുരുങ്ങിയ സമയത്തേക്കുള്ള ആശ്വാസങ്ങളും സന്തോഷങ്ങളും മാത്രമാണ്. But Jesus says, എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, even if you are there in all the realities, I will pour out the oil of gladness on your head. നിങ്ങളിങ്ങനെ യാഥാർത്ഥ്യത്തിൽ തന്നെ ജീവിക്കുന്ന സമയത്ത് കൂടെ ഞാൻ നിങ്ങളുടെ തലയുടെ മേൽ ആനന്ദത്തിന്റെ തൈലത്തെ പകരാൻ പോവുകയാണ്. Only Jesus can make the sad people glad forever. യേശു കർത്താവിന് മാത്രമേ ദുഃഖിതരായിരിക്കുന്ന ആളുകളെ എന്നും എന്നേക്കുമായി സന്തോഷത്താൽ നിറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. Hallelujah. Hallelujah. Jesus can fix a smile on your face. യേശു കർത്താവിന് നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി നൽകുവാൻ കഴിയുന്നവനാണ്. Jesus can place laughter in your heart. യേശു കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ആ സന്തോഷത്തെ, ചിരിയെ നൽകുവാൻ കഴിയുന്നവനാണ്. Shout one more hallelujah to Jesus. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും, Clap your hands for Jesus. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞാലും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഭിലായ് ഡിസംബർ 2 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. മാർത്തോമ പാരിഷ് ഹാൾ, സെക്ടർ 6, മസ്ജിദിന് സമീപം, സെക്ടർ 6, ഭിലായ്, ഛത്തീസ്ഗഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാഗ്പൂർ ഡിസംബർ 3 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വികാസ് ഭവൻ, കൊരടി റോഡ്, മംഗപൂർ, നാഗ്പൂർ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെക്കന്ദരാബാദ് ഡിസംബർ 4 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. YMCA ഓഫ് ഗ്രേറ്റർ ഹൈദരാബാദ്. ഡോർ നമ്പർ 9138, SP റോഡ്, ക്ലോക്ക് ടവറിന് സമീപം, സെക്കന്ദരാബാദ്, തെലങ്കാന 500003. അതിശക്തമായ ബ്ലീഡിങ്ങിൽ നിന്നും യേശു സൗഖ്യമാക്കിയ ഒരു സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഇവിടെ നിൽക്കുന്നത്. ഇത് ആരംഭിച്ചത് 2008 തൻ്റെ ആദ്യത്തെ ഡെലിവറി നടക്കുന്നത്. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മാസം മുതൽ ഈ ബ്ലീഡിങ് ആരംഭിച്ചു. ഏകദേശം ഈ പീരീഡ്സിൻ്റെ ഡേറ്റിൽ 10 ദിവസം വരെ ഈ ബ്ലീഡിങ് നീണ്ടു നിൽക്കും. അത് സഹോദരി പറഞ്ഞത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ ആ ബ്ലീഡിങ് വരുന്ന സമയത്ത് എനിക്കൊന്നിനും പറ്റത്തില്ലായിരുന്നു. ഡോക്ടേഴ്സിനെ പോയി കണ്ടപ്പോൾ ഡോക്ടേഴ്സ് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് പറഞ്ഞത് ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടിട്ടാണ് ഈ അസുഖം തനിക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഹോർമോണൽ മെഡിസിൻസ് ഒക്കെ എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ താൻ ആദ്യത്തെ കുറച്ച് ദിവസം ഇതെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ശരീരത്തിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് താൻ ഡോക്ടറോട് പറഞ്ഞു, ഇനി ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല, ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് 8 വർഷമായി ഈ സഹോദരി ഇത് സഫർ ചെയ്യുന്നു. അപ്പോൾ താൻ പറഞ്ഞത് ഏതാണ്ട് 2011 മുതൽ താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. പക്ഷെ 2 മാസം മുൻപ് താൻ ഒരു ദിവസം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിശക്തമായ ബ്ലീഡിംഗ് ഉള്ള ഒരു ലേഡിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ വ്യക്തമായി
വ്യക്തമായി പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ സമയം തന്നെ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ കയ്യിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. താൻ പറഞ്ഞത് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിറയൽ അനുഭവപ്പെട്ടു. താൻ വിശ്വസിച്ചു എന്നെ യേശു സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന് താൻ വിശ്വസിച്ചു. നടന്ന അത്ഭുതം അടുത്ത മാസമായപ്പോഴേക്കും, ഈ ടൈം വന്നപ്പോഴേക്കും അത് 10 ദിവസം വരെ ഉണ്ടായിരുന്ന ബ്ലീഡിങ് ഏതാണ്ട് 3-4 ദിവസത്തേക്ക് അത് ചുരുങ്ങി നോർമൽ ലെവലിലേക്ക് ഈ അവസ്ഥ വന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. അന്ന് മുതൽ യേശു ഇന്ന് വരെ ഒരു കുഴപ്പവുമില്ലാതെ സാധാരണ നോർമൽ ലെവലിൽ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഉണ്ടായ ആ അനുഭവം മാത്രം ഒന്നൊന്ന് പറയാമോ? Like you asked me to stretch out my hands onto the screen, Okay, and you you said you will be stretched praying. You just pray for whatever problems you have. Right. Then I just prayed that please God deliver me from this bleeding, because it was like when you open a tap, how the water comes out. It was bleeding so heavy. Then all of a sudden you said that stretch out your hands and pray. I stretched my hands, but my left hand was shivering. Oh, this hand started Only this shivering. hand only was shivering. Okay. Then I just controlled that. I didn't know, but you said that there are a few ladies who are suffering from heavy bleeding. I received that. I said I received this healing in the name of Jesus. I believe that I'm delivered today. I am delivered. And the next after 10 days I got my periods. It reduced to 4 days. 10 days I have 4 days a normal flow. And this month I got, it was 3 days. Like before, when I was not married, I used to have only for 3 days. Right. Now I'm onto the regular my Back to period. normal. Back to normal. Yes. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, 12 വർഷം ബ്ലീഡിംഗ് ഉണ്ടായിരുന്ന ഒരു സഹോദരിയെ കർത്താവ് അന്ന് സൗഖ്യമാക്കിയെങ്കിൽ 2008 മുതൽ ജീവിതത്തിൽ ഒത്തിരി സഫർ ചെയ്ത ഈ സഹോദരിയെ കർത്താവ് നീ സൗഖ്യമാക്കിയതിനായി നന്ദി പറയാം. കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ, ഈ സഹോദരി പറഞ്ഞത് അത്രയും വർഷം സഹിച്ചു, പക്ഷേ ഇനി എനിക്ക് പറ്റില്ല കർത്താവേ, എനിക്ക് നീ സൗഖ്യം തന്നേ പറ്റൂ. അങ്ങനെ പറഞ്ഞ ആ ദിവസം സൗഖ്യമായി. So when we are desperately in need of a healing, Jesus is there. Jesus is there to heal us. അതുകൊണ്ട് കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവ് ഇന്ന് ഞാൻ ഈ ടൗൺ ഹാളിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം. അങ്ങനെ ഒന്ന് വാശി പിടിച്ചൊന്ന് കർത്താവിനോട് പറയാമോ? എനിക്കിത് കിട്ടിയേ പറ്റൂ കർത്താവേ. ഒന്ന് പറയാമോ? ഒന്ന് വായ് തുറന്ന് ശക്തിയോടെ കർത്താവിനോടൊന്ന് പറ, കർത്താവേ എനിക്കിന്നൊരു വിടുതൽ വേണം. Thank you, Jesus. Father, I release that healing right now upon every person, every sick woman, Father, in the name of Jesus. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. Thank you, Holy Spirit. In Jesus' name we pray. Amen. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർക്ക് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. പേമാരി പോലെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ക്രോണിക്കായിട്ടുള്ള ആസ്മ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്രോണിക് ഡിസീസസ്, വർഷങ്ങളായി നിൽക്കുന്ന പലവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ തുടർച്ചയായ ബ്ലീഡിംഗ് ഉള്ള ചില സഹോദരിമാർ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരതിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. സ്കിൻ ഡിസീസുകളുള്ളവർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഫിസ്റ്റുല എന്ന രോഗം ഈ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ ഓരോ ജോയിൻറ്റുകളിലും സന്ധികളിലും വേദനയും നീർവീക്കവുമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കാലിൽ ചെരുപ്പ് ഇടാൻ പോലും പറ്റാത്ത രീതിയിൽ ചെരുപ്പിടുമ്പോൾ അലർജിയുള്ള ചില വ്യക്തികൾ,
കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവൽ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ, ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. എവിടെയാണോ ക്രമം തെറ്റിയിരിക്കുന്നത് അതിലെല്ലാം ഒരു ഓർഡർ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ബാധിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ കർത്താവെ നീ പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഓരോ വ്യക്തികളിലും വിടുതലും ആശ്വാസവും അങ്ങ് പകരണമേ. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഡൽഹിയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഡൽഹിയിലും ചുറ്റുപാടുകളിലും ഉള്ളവർ തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലുള്ളവർ ഡൽഹിയിലുള്ളവരെ ഫോൺ ചെയ്ത് പറയുക. ഒരുപക്ഷെ അവർക്ക് ഈ പ്രോഗ്രാം കാണാൻ സാധിക്കുന്നില്ലെങ്കിലും മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കാൻ അവർക്കൊരവസരമുണ്ടാകും. നാളെ ജയ്പൂരിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഈ മീറ്റിങ്ങുകളിലെല്ലാം വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഞായറാഴ്ചകളിൽ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും പ്രത്യേകമായ പ്രെയർ നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഏറ്റവും അടുത്തുള്ളൊരു ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണെന്ന് അറിയാൻ വേണ്ടി പ്രയർ കോൾ സെൻറ്റർ നമ്പറിൽ വിളിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടു റിസോഴ്സസ് എന്നുള്ള പുസ്തകങ്ങൾ, CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് ആ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. See you on Monday through this blessing today. Bye-bye.